ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സുകന്യ ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സുകന്യ ജെയിംസ്, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലും ഇപ്പോൾ നമ്മുടെ ചർച്ചയിലടക്കം പങ്കെടുത്തുകൊണ്ട് സിമി റോസ്ബെൽ ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ വിഷയം തന്നെ കാസ്റ്റിംഗ് കൗച്ചിൽ കോൺഗ്രസ് ആടി ഉലയുകയാണോ എന്നതാണ്. നോക്കൂ, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ സ്ത്രീകൾ ഗുരുതരമായ പ്രതിസന്ധികൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറഞ്ഞപക്ഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിലെങ്കിലും അത്തരമൊരു വിഷയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ഒരു രീതിയെങ്കിലും ഈ താരസംഘടനയുടെ മുൻ ഭാരവാഹികൾ അടക്കമുള്ളവർ സ്വീകരിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്ര പോലും വില നൽകാതെ ഒരു നിലയ്ക്കും ഒരു പ്രതികരണത്തിന് പോയിട്ട് ഇത് കുറഞ്ഞപക്ഷം അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാത്ത ഒരുപറ്റം നേതാക്കളുടെ പാർട്ടിയായി കോൺഗ്രസ് ഇപ്പോൾ മാറിയെന്നതാണ് വസ്തുത. ശ്രീമതി സുകന്യ ജെയിംസ്. അതെ, ഇവിടെ ഇപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സിമി റോസ്ബെൽ പുറത്തു വിട്ടിട്ടുള്ള കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വല്ലാത്ത രൂപത്തിൽ ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഇപ്പോ കോൺഗ്രസ് അവരെ അവകാശപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് അവര് എന്നാണല്ലോ. ജനാധിപത്യപരമായി പ്രതികരിക്കാൻ എല്ലാവർക്കും അവര് അവസരം കൊടുക്കാറുണ്ട്. അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നവരെ ഞങ്ങൾ തടയാറില്ല. ഇതൊക്കെയാണ് സാധാരണ കോൺഗ്രസിന്റെ പ്രത്യേകതയും സവിശേഷതയായിട്ട് അവർ ചൂണ്ടിക്കാണിക്കാറുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, സിമി റോസ്ബെൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, സാധാരണ രീതിയിൽ ഒരു വ്യക്തി ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ഉന്നയിക്കുന്നയാളുടെ വിശദീകരണം ചോദിക്കാൻ, അതിന് മറുപടി കൊടുക്കാനും, അവരെ ഒരു സംഘടനയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അതിനൊരു നടപടിക്രമം ഉണ്ടാവുമല്ലോ. അവരോട് വിശദീകരണം ചോദിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. വളരെ പെട്ടെന്ന് തന്നെ അവരെ സംഘടനയിൽ നിന്ന്, കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ വി.ഡി. സതീശനോട്, പ്രതിപക്ഷ നേതാവിനോട് ഇന്ന് ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷനോടാണ് ചോദിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും, തിരിച്ച് KPCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഇത് എറണാകുളം ജില്ലയിലെ വിഷയമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവാണ് ഇക്കാര്യം പറയേണ്ടത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ വളരെ ലാഘവത്തോടെ, നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ലാഘവത്തോടെ ഈ വിഷയത്തെ കോൺഗ്രസ് സമീപിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അവര് തന്നെ ചൂണ്ടിക്കാണിച്ചു, നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് നിന്ന് അതിന്റെ മുതിർന്ന വനിതാ നേതാക്കൾക്ക് പലർക്കും ഉണ്ടായിട്ടുള്ള അവഗണനയുടെ അനുഭവങ്ങൾ. അത് ഷാഹിദ കമാലിനെ പോലുള്ളവര്, നമുക്കറിയാം അവർ പുറത്തു വന്ന സാഹചര്യം എന്താണെന്ന്. ഇവിടെ പേര് പറഞ്ഞവരുണ്ട്, ലതിക സുഭാഷ്, റോസക്കുട്ടി ടീച്ചർ തുടങ്ങിയിട്ടുള്ള, ഏറ്റവും BJPയിലേക്ക് പോകുമ്പോൾ പത്മജ പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലാണ് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഒക്കെ കൊടുക്കണം എന്നല്ലെങ്കിൽ കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീ അധ്യക്ഷയായി ദീർഘകാലം ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഉള്ളിനകത്ത് അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ എനിക്ക് സിമി റോസ്ബെൽ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 തരത്തിൽ ഈ കാര്യങ്ങളിൽ ഉള്ള ഒരു ഇടപെടൽ തുടർന്നുണ്ടാകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. അത് കേവലം സിമി റോസ്ബെൽ ഉയർത്തിയ അവരോട് മാത്രമല്ല, വ്യക്തിപരമായി അവർക്ക് കൊടുക്കേണ്ട ഒരു മറുപടിയല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പാകെ മറുപടി പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. അതിന്റെ കേരളത്തിലെ നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് പറയാൻ അവർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. കാരണം പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്നെ അപമാനകരമാകുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങളാണ് കോൺഗ്രസിനകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണല്ലോ സിമി റോസ്ബെൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ആ ആരോപണത്തിന് അവരെ പുറത്താക്കിയത് കൊണ്ട് മാത്രം അതിനൊരു മറുപടി ആവുന്നില്ല, മറിച്ച് പൊതുസമൂഹത്തിന് മുമ്പാകെ ഇങ്ങനെയില്ല, കോൺഗ്രസിനകത്ത് ഇങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പറയാൻ കഴിയണം. അതല്ല, ഇവരുന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നു പറയാനുള്ള ഒരു മറുപടിയെങ്കിലും, അത്തരം ഒരു മര്യാദയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കണം. രണ്ടാമത്തേത്, അതിപ്പോ അവര് തന്നെ പറഞ്ഞതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
ഇപ്പോൾ 3 പേരോളം അവർക്ക് തെളിവുകളടക്കം പരാതി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ അവരോടടക്കം ഈ സിമി റോസ്ബെലിനോടടക്കം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും അത്തരം ആളുകളോട് ധൈര്യപൂർവ്വം പോലീസിന്റെ മുമ്പിലേക്ക് പരാതിയുമായിട്ട് വരാൻ താങ്കളുടെ അടക്കം ഒരു പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാവണം. തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന്റെ, ഞങ്ങളുടെ സംഘടന ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അത്തരത്തിൽ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്കുണ്ടാകും എന്ന് പറയാൻ കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്.